ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു വിപ്നാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇന്ന് ഞാനൊരു പാൻകേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സിമ്പിൾ പാൻകേക്കാണ്, ക്യാരറ്റ് വെച്ചിട്ട് ക്യാരറ്റ് പാൻകേക്ക്. നല്ല കളർഫുൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻകേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ പാൻകേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത്. ക്യാരറ്റ് പാൻകേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളുപ്പും ചേർത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു മുട്ട, 1/4 കപ്പ് പാൽ, വാനില എസൻസ്, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ എന്ത് വേണം, ക്യാരറ്റ് വേണം. 2 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് പാൻകേക്കിന് വേണ്ട ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ പാലും പഞ്ചസാരയും മുട്ടയും വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, അതായത് 2 കപ്പ് ക്യാരറ്റ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ക്യാരറ്റ് അരഞ്ഞു പോവരുത്. അതേപോലെ ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കാം. ഓയിലിന് പകരം വേണമെങ്കിൽ ബട്ടർ, 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. ക്യാരറ്റ് ചേർത്ത ബാറ്റർ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ചായിട്ട് എടുത്തിട്ട് ഒരേ ഡയറക്ഷനിലേക്ക് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി പാൻകേക്ക് തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാകുമ്പോൾ ഓരോ തവി ബാറ്റർ പാനിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. പരത്താൻ പാടില്ല. പാൻകേക്കിൽ നിറയെ ഹോൾസ് വരുന്നത് കാണാം. അതേപോലെ സൈഡിലൊക്കെ ഒരു യെല്ലോ കളറും വരുന്നുണ്ട്. ഈ സമയം നമുക്ക് പാൻകേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ആദ്യത്തെ പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം. അങ്ങനെ ക്യാരറ്റ് പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. പാൻകേക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ബാറ്റർ റെഡിയായാൽ പെട്ടെന്ന് തന്നെ പാൻകേക്ക് തയ്യാറാക്കി തുടങ്ങണം. അധിക നേരം വെച്ചിരിക്കാൻ പാടില്ല. പിന്നെ പാൻകേക്കിന് വേണ്ട മുട്ട, ബേക്കിംഗ് പൗഡർ, പാൽ, മൈദ ഇവയൊക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ചതൊക്കെ ആണെങ്കിൽ തണുപ്പ് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഈ 2 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പാൻകേക്ക് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലെയുള്ള ടേസ്റ്റി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്